അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വനത്തിൽ കയറിയിട്ട് ഒന്നിനെയും കണ്ടില്ല, എന്ന് നിരാശപ്പെട്ടു പോയില്ല. നമ്മൾ ആനയെ കണ്ടു, കുരങ്ങിനെ കണ്ടു, മാനിനെ കണ്ടു, മയിലിനെ കണ്ടില്ല, കരടിയെ കണ്ടില്ല, പുലിയെ കണ്ടില്ല. അല്ല, പുലിയെ കാണണ്ട. നമ്മൾ വയനാട് കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോടാണ് സാധനം കേട്ടോ. ഇതിന്റെ അകത്തൊന്ന് കാണിച്ചേ. ഐറ്റംസ് നമ്മൾ മേടിച്ചെല്ലാം പോർക്കാണ്. ഞാൻ ആദ്യമായിട്ട് പോർക്ക് കഴിക്കുന്നതാ. റിബ്സ്, ബാർബക്യൂ, ഫ്രൈ, ചില്ലി. ഒന്ന് ചവിട്ടി നശിപ്പിക്കരുത് കേട്ടോ. എല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ കയറി നടക്കാം. ശ്രദ്ധിച്ചൊക്കെ നടന്നാൽ മതി. ഓ, എല്ലാവർക്കും ഓരോന്ന്. അയ്യ പാറൂസേ. ഓ മാൻ, വണ്ടി പഞ്ചറായി സുഹൃത്തുക്കളെ. സ്റ്റോപ്പ് ചെയ്യണ്ട പോട്ട്. ആട്ടത്തിനകത്ത് കയറ്, ആട്ടത്തിനകത്ത് കയറ്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വയനാട് റിസോർട്ടിലായിരുന്നു ഇന്നലെ. നമ്മൾ സാജുർ മാസ്റ്ററുടെ വീട്ടിൽ പോയിട്ട് നേരെ ഇങ്ങ് വന്നായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഉണ്ട് നമ്മൾ സാജുർ മാസ്റ്ററുടെ വീട്ടിൽ പോയതും അവിടെ നേരെ ഇങ്ങ് വന്നതില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മളെല്ലാവരും ഇറങ്ങുവാണ് കേട്ടോ. വേറെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ട്രെയിൻ സ്റ്റേറ്റിൻ്റെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ അത് ഇനി നടക്കില്ല, അത് ക്യാൻസൽ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ സ്ഥലത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അല്ല, നേരെ വീട്ടിലോട്ടല്ല, ഇപ്പോൾ കുറച്ച് പ്ലാനുകളുണ്ട്. എന്താണെന്നുള്ളത് നമ്മൾ അതെ, എന്താണ് വൈൽഡ് ലൈഫ് പ്ലാൻ. അതെ, ഞങ്ങൾ കാട്ടിലെ മൃഗങ്ങളെ നേരിട്ട് കാണാനും അവരുമായിട്ട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടാനായിട്ട് കാട്ടിലേക്ക് ആനയുടെ കാലിൻ്റെ ഇടയിലോട്ട് നേരെ ചെന്ന് കയറുന്നു എന്ന് വേണമെങ്കിലും പറയാം. വേണമെങ്കിലും പറയാം. ഓക്കെ, നമ്മുടെ ബാസ്റ്റൺ ടീമൊക്കെ കാറിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ നിന്ന് ചെക്കൗട്ടായി ഇറങ്ങി കഴിഞ്ഞു. ഓക്കെ, ഇതോ ആ മുകളിലാണ്, ആ മുകളിൽ ആ വെള്ളം പോകുന്നതാണെന്നല്ലോ, അതാണ് നമ്മുടെ പൂൾ. അവിടെ ആയിരുന്നു രാവിലെ. പൂളിൽ പോയില്ല. ഓക്കെ, ആരാ ബൈക്കില്? ഓ മാൻ, വണ്ടി പഞ്ചറായി സുഹൃത്തുക്കളെ. പഞ്ചറായി സുഹൃത്തുക്കളെ വണ്ടി. ജാക്കി ഉണ്ട്, അല്ല സ്റ്റെപ്പിനി ഉണ്ട്. ജാക്കി എന്തോ വിഷയമാണ് കേട്ടോ. പണി കിട്ടി. നല്ല ടൈമിലാവും. അല്ല, വീടിന് കുറച്ച് ആയോ ഇത് വേറെ അത് നല്ലതാ. ഓ പോടാ, ഞാനെന്താ കില്ലിയില്ലോ വിജയിക്കും. ഇവിടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഇതിൽ 2 പേർക്കിരുന്ന് ആടാം. പക്ഷെ ഇതെങ്ങനെ ആട്ടും? ഒരാൾ ആട്ടണം. ആ, ആട് 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 അരപ്പോഴത്തേക്ക് അത് റെഡിയാക്കുന്ന സമയത്ത് ഞാൻ ഇതിരുന്ന ആട്ടം. ഓ, ഇത് ഒരാൾക്ക് ഇരുന്ന് നമ്മുടെ കാലുകൊണ്ട് ആട്ടാ. ഒരു പിഞ്ച് ബാലൻ ഊഞ്ഞാലാടുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇത് വൺ സെറ്റപ്പാണ് കേട്ടോ. ഇത് മറ്റേ നമ്മുടെ CID മൂസയിൽ ക്യാപ്റ്റൻ രാജു സാർ പറയുന്ന പോലെ നമുക്ക് വണ്ടി തള്ളാൻ ഒരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല. ഏതാണ്? കാലുകൊണ്ട് തള്ളിയാ മതിരാ. ഓ, കാലുകൊണ്ട് ഇങ്ങനെ വിഷ് ചെയ്താൽ മതി. ആരുടെ സഹായം വേണ്ട. ടെക്നോളജിയാ. കേറിക്കോ, നോക്കട്ടെ. നല്ല ചകം. കാലുകൊണ്ട് നമ്മളിങ്ങനെ വിഷ് ചെയ്തോണ്ടേ ചാടിക്കറിയാൻ പറഞ്ഞു വീഴും. ഇതൊരു പിടിച്ചു. ആട്ടത്തിനകത്ത് കയറ്, ആട്ടത്തിനകത്ത് കയറ്. കൊച്ചു 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 ബാക്കിൽ കൊച്ചു വീടൊന്നുമില്ല. അവ പോയി.
ഓഫ് ചെയ്താ? ഇത് കൊള്ളാല്ലേ? നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ട്. ഇങ്ങനെ സംസാരിച്ചിരിക്കുക. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. നല്ല ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പുൽത്തകടിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വാസവണ്ണ നാടുന്നുണ്ട്. നമുക്ക് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ടയർ. ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റൂ. സംഭവം ഇത് നേരത്തെ അറിഞ്ഞില്ലല്ലോ. എങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ പെട്ടെന്ന് പോകായിരുന്നു. പക്ഷേ നമ്മൾ സമയത്തിന് ഇറങ്ങി പണിയും കിട്ടി. പുര കത്തുമ്പോ വായ വെട്ടല്ലേ എടുക്കുന്നത്. എന്തായാലും കുറച്ച് ചായ കുടിക്കാമോ? ഏകർ എന്താ പരിപാടി? എങ്ങനെയാ അതിന്റെ പരിപാടി? എങ്ങനെ പരിപാടി? പഞ്ചർ കടയിൽ നിന്ന് ആളെ വിളിച്ചിട്ട് വരണം, ടയർ ഇളകണം, പഞ്ചർ ഒട്ടിക്കണം. ജാക്കി വർക്കാവുന്നില്ലല്ലേ? ജാക്കി അമ്മരെ കൊണ്ടുവരാൻ പറയണം. വണ്ടിയുടെ ജാക്കി വർക്കാവുന്നില്ല. നമ്മുടെ സാജിർ മാസ്റ്ററും ഒരാളും കൂടെ പോയിട്ടുണ്ട്. ഏതെങ്കിലും പഞ്ചർ കട തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മേശരിയും കൂട്ടി വരാനുള്ള പരിപാടിയാണ്. മെയിനായിട്ടുള്ള കാര്യം സ്റ്റെപ്പിന് വണ്ടിയിലുണ്ട്, പക്ഷെ ജാക്കി വർക്കാവുന്നില്ല. അതാണ് മെയിൻ കാര്യം. അടുത്തുള്ള വണ്ടിക്കാരെങ്കിലും ജാക്കി ഉണ്ടെങ്കിലോ ഇനിയിപ്പോൾ അവർ വന്നിട്ടേ നമുക്ക് പോകാൻ പറ്റും. അത്രയും ടൈം പോകും. ഇപ്പം തന്നെ 10 മണിയായി. ഓക്കെ, അപ്പോൾ അവർ നമ്മൾ ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും മേശരി കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മളിവിടെ നേരെ മുത്തങ്ങയിലോട്ടാണ് കേട്ടോ പോകുന്നത്. മുത്തങ്ങയിൽ ബ്രോ അവിടെ എന്താണ് പരിപാടി? അവിടെ കാട്. അതെ, കാട്, ആന, വന്യമൃഗങ്ങൾ. രാവിലെ പറഞ്ഞതുപോലെ ടൂറിസ്റ്റ് പ്ലേസിലോട്ട് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. വേറെ അനധികൃതമായിട്ട് എവിടെയും പോകുന്നില്ല. ഓക്കെ, ഞാൻ കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഒരുവിധം നമ്മുടെ അടുത്തുള്ള വണ്ടിക്കാരനാണോ സഹായിച്ചത്? യെസ്, അതെ, അടുത്ത് നമ്മളെ കൂടെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സഹായിച്ചത്. നമ്മളില്ലേ, നമ്മൾ ചായ കുടിക്കാൻ പോയിരുന്നു അല്ലേ? അല്ല, ടയർ എന്താ ടയർ പുതിയതാ? നമ്മളൊരു പഞ്ചർ കടയിൽ വന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇനി നമ്മുടെ സ്റ്റെപ്പിനിക്ക് വലിയ ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ പഞ്ചറായ ടയർ ഇവിടെ നിന്ന് ഒട്ടിച്ചിട്ട് ആ ടയർ മാറ്റിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ പഞ്ചർ കടയൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ 3-4 ഷോപ്പുകളുണ്ടായിരുന്നു, എല്ലാം അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കട കണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മാറ്റിയിട്ട് പോകാം. പണിയാണ്. നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വണ്ടി പഞ്ചർ ഒട്ടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. എന്താ കാഴ്ചകളുണ്ടെന്ന് അറിഞ്ഞൂടാ, കാണിച്ചു തരാം. നമ്മൾ വരുന്ന വഴി ഏതാണ് ഹോട്ടൽ? വ്യക്തമായിട്ട് പറയും. രവിയേട്ടൻ്റെ കട. അതെ, രവിയേട്ടൻ്റെ കട. പോർക്ക് സ്പെഷ്യൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. അത് കുറച്ച് ഐറ്റംസ് നമ്മൾ മേടിച്ചു. എല്ലാം പോർക്കാണ്. ഞാൻ ആദ്യമായിട്ട് പോർക്ക് കഴിക്കുന്നതാണ്. പോർക്കിൻ്റെ റിപ്സാണ്. എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ. റിപ്സ്, ബാർബക്യൂ, ഫ്രൈ, ചില്ലി. അതെ, ഇതെല്ലാം ഓരോ ഐറ്റം ഇതുണ്ട്. കഴിക്കട്ടെ, ആദ്യമായിട്ട് പോർക്ക് കഴിക്കുന്നത്. കഴിക്കത്തില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. ബില്ലിന്റെ ഫോട്ടോ എടുത്തേക്കാം. അത്യാവശ്യം നല്ലൊരു ബില്ലായി. എന്താണ് നമ്മൾ വന്ന് ചോദിച്ചത് എങ്ങനെയാണ് പന്നിയുടെ ഐറ്റം ഏതൊക്കെ ഉണ്ട്, എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞു. സൂപ്പർ ഐറ്റം ആയിരുന്നു കേട്ടാ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ രവിയേട്ടൻസ് കട. കുളകപ്പാറ, വയനാട്, സുൽത്താൻ ബത്തേരി. കുറച്ച് ഉള്ളിലോട്ടാണ്. അടിപൊളി. വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ.
ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കടക്കുവാണ് കേട്ടാ. ഇനി മൊത്തം ഇനി കാടങ്ങോട്ട് ഫുള്ള് കാടാണ്. അതെ അതെ, ഈ ഫോറസ്റ്റ് മൊത്തം കാടാ. അടിപൊളി ബീജിയം. മറ്റേതിട്ടെടുക്കാം. ആന ഇറങ്ങി, ആന പെട്ടെന്ന് അയ്യോ ലോറി പോയോക്ക്. എന്തേ അങ്ങനെ എങ്ങനെ പോയ ലോറി? ആ പോയി. ഉറക്കം ഉറക്കം. അന്നല്ല എങ്ങനെ പോയി അങ്ങോട്ട്? ഏലപ്പോയി. അല്ല, അവൻ നമുക്ക് പോകാൻ വേണ്ടിട്ട് നല്ലോണം നോക്കി. കരടി ഇവിടെ ഉണ്ടാവില്ല, മസിനഗുഡി ഉണ്ടാവും. ഈ റൂട്ടിൽ തന്നെ കണ്ടിക്കണം. ഇഷ്ടം പോലെ. അങ്ങോട്ട് ഊട്ടി റോഡ് മേലുണ്ടോ മസിനഗുഡി. ടൈഗറും പൂച്ച വരെ ഉണ്ടാവില്ല അവിടെ. ടൈഗർ അങ്ങനൊന്നും പറയല്ലേ. ഇതാണ്ടേ മരത്തുമ്മലങ്ങ് കയറും. ആട്ടിച്ചേരുന്നു. പിന്നെ നിനക്കൊന്നും അറിഞ്ഞൂടാ. ഇല്ല, നോട്ടം ശരിയല്ല. നോട്ടം ശരിയല്ല. ഫാറൂസിന് കളിക്കാൻ പറ്റിയ സാധനങ്ങൾ ഇരിക്കുന്നു. ഓ എല്ലാവർക്കും ഓരോന്ന്. അയ്യ ഫാറൂസേ, ഇവരെ ടൈമാ തോന്നുന്നു. കറക്റ്റ് 3 മുട്ടാണിയൊക്കെ. എടാ അത് ഇവിടെ നിന്ന് ഇതിനൊക്കെ സാധനങ്ങൾ കൊടുക്കും. അതാണ് ഇവരിങ്ങനെ വെക്കുന്നത് വണ്ടിക്കാര്. ഇടയ്ക്കൊരു ഫോറസ്റ്റുകാരൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, കുരങ്ങക്ക് ഫുഡ് കൊടുക്കരുതെന്ന്. മക്കളെ പിടിച്ചോക്ക് കരഞ്ഞ്. എടാ കാറ് ചവിട്ട് നിർത്തിയിരിക്കുന്നവരാ അവിടെ. ഇതാണ് ഇവിടെ മൊത്തം കയറുക. ബന്ദിപ്പൂർ ഒരു അരുവിയുണ്ട് അവിടെയൊക്കെ. വണ്ടിന്റെ കുറേ ആൾക്ക് പോവാ. ഈക്കോ അത് പൊന്മാന, കിങ്ഫിഷർ. പറപ്പിച്ചു വിടു പാപ്പ. ഓക്കേ ഗായ്സ്. എടുത്തോ പോട്ടെ, നീ വെക്കോ. അത് വണ്ടിയോട് ചിലപ്പോ ഒന്ന് ചെറുതതാ. എവിടെ അതാ കുട്ടി അതും പിടിയാണല്ലോ. ഗുണ്ടൽപേട്ട എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗുണ്ടൽപേട്ട സിറ്റി അല്ല, ഗുണ്ടൽപേട്ട ഏരിയ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സൂര്യകാന്തി തോട്ടം. കേറാൻ എന്തുണ്ടോ? ഇത് ഇത്രല്ലേ ഉള്ളു. ഇത്രേ ഉള്ളു. ഈ ഒരു ഗ്യാപ്പേ ഉള്ളു. അകത്തൊന്നും ഇല്ലല്ലോ. ഇത്രല്ലേ ഉള്ളു. അല്ല ഇതിന്റെ ഉള്ളിൽ നിന്ന് നട്ടൊന്ന് ഫോട്ടോ എടുക്കല്ലേ.
പ്രപഞ്ചത്തില് സുഹൃത്തുക്കളെ, നമ്മൾ വന്ന വഴിക്ക് ഒരു സൂര്യകാന്തി തോട്ടം ഉണ്ട് കേട്ടോ. നമ്മൾ ആ തോട്ടത്തിനിടയിലോട്ട് പോവാണ്. തോട്ടം എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്നുമില്ല, ഇതൊക്കെ ഇനിയിപ്പോൾ പിടിച്ച് വന്നാലേ ഉള്ളൂ. അപ്പം കുറച്ചേ ഉള്ളു, കാണിച്ചു തരാം. തങ്കത്തില് സൂര്യകാന്തി പൂക്കൾ. ഇത് വന്ന മുതലാണ് സാധനം. ഓ, അതാ കാട്ടിന്റെ ഇടയിൽ ആരാ? കാട്ടിന്റെ ഇടയിൽ ആരാ? ആരാത്? പാമ്പുള്ള പറമ്പാണ്. ഇന്ന് ചവിട്ടി നശിപ്പിക്കരുത് കേട്ടോ. എല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ കയറി നടക്കാം. ശ്രദ്ധിച്ചൊക്കെ നടന്നാ മതി. വ്ളോഗിലാണോ പറയുന്നത് നമ്മളോട്? അതെ, വ്ളോഗാ. പാമ്പൊക്കെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഞാനായിട്ടായിരുന്നോ? എല്ലാവർക്കും ഉണ്ട്. തമ്പനയില് സെറ്റ് ചെയ്യാം. തമ്പനയില് അതായത് എനിക്ക് സൂര്യകാന്തികളും കിട്ടണം, എന്നെയും കിട്ടണം. കിട്ടണ്ടല്ലോ. കിട്ടിയാ വലിയേട്ടൻ എടുത്ത് കൊടുത്തോ? ഇല്ല. അതെ, ഞാൻ നിങ്ങളാ പറഞ്ഞേ. ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ടാണ് കേട്ടോ. ഗുണ്ടൽപേട്ടിൽ നിന്ന് മലക്കറിയൊക്കെ നല്ല ലാഭത്തിന് കിട്ടും. നമ്മളൊരു ഫ്രണ്ട് കുറച്ച് മലക്കറി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും ഈ പാടാണ്. ട്രെയിനിൽ എല്ലാവർക്കും കൊണ്ടൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരാൾ മാത്രമേ വാങ്ങുന്നു കേട്ടോ. പുള്ളിക്കാരൻ കോഴിക്കോടുള്ളതായതുകൊണ്ട് വലിയ ദൂരമില്ലല്ലേ, പുള്ളി സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അതെ, തക്കാളി മാത്രമേ വാങ്ങുന്നുള്ളൂ. കൊമ്പനാണ് കാട്ടിലെ കൊമ്പ്. ഇതാണ് കാട്ടിലെ കൊമ്പൻ. മതപ്പാടുണ്ട്. മതപ്പാടൊക്കെ ആനക്കൊത്തെന്ന് പറയുന്നു. ഒരുവുണ്ട് കേട്ടോ. തുടങ്ങിയതാ നാട്ടിലാണ്ട് ഒരുവുണ്ട്. ഈ കാട്ടിലെ ആനയ്ക്ക് നമ്മളെ നാട്ടിലെ ആനയെ പോലെ ആ കൂടെയുള്ള വണ്ടിക്കാരെ സ്റ്റോപ്പ് ചെയ്യണ്ട പോട്ട്. ഈ സൈഡിൽ നിന്നൊക്കെ മയില് കയറി വരും കുഴി എന്നൊക്കെ അറിയത്തില്ല. ഓട്ടത്തിലേക്ക് വരുമോ? കുരങ്ങ തിരിച്ചു നോക്കി. ആ കണ്ട് ചാരി ഇരിക്കണല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ വനത്തിൽ കയറിയിട്ട് ഒന്നിനെയും കണ്ടില്ല എന്ന് നിരാശപ്പെട്ടു പോയില്ല. നമ്മൾ ആനയെ കണ്ടു, കുരങ്ങിനെ കണ്ടു, മാനിനെ കണ്ടു, മയിലിനെ കണ്ടില്ല, കരടിയെ കണ്ടില്ല, പുലിയെ കണ്ടില്ല. അല്ല പുലിയെ കാണണ്ട, താല്പര്യമില്ല. ആ ഓക്കെ, നിരാശപ്പെട്ടില്ല. നമ്മൾ വഴിയിൽ വെച്ച് മുന്തിരി ജ്യൂസ് കുടിക്കാനായിട്ട് ഇറങ്ങി. എന്തിനു മുന്തിരി? അതെ, തേൻ മുന്തിരി ജ്യൂസ് ഇപ്പം കിട്ടും, കാണിച്ചു തരാം. അത്ത ഞാനാ വ്ളോഗർ. ഓക്കെ, നീ കുടിച്ചില്ലേ? ഇതാണ് സാധനം കേട്ടോ. ഇതിൻ്റെ അകത്തൊന്ന് കാണിച്ചേ. എങ്ങനെയുണ്ട്? ഹോണസ്റ്റ് റിവ്യൂ.
ഞാനിത് ആദ്യമായിട്ട് ഓടിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് കുടിച്ചിട്ടുള്ളൂ, പക്ഷേ അത് ഇതേപോലെയല്ല. പക്ഷേ ഇത് കൊള്ളാം. വേറെ ഏതോട്ട് ഇതാണ് ഒറിജിനൽ പൾപ്പ് വരുന്നത്. അതിനെ പറ്റി ഒന്ന് അവലോകനം ചെയ്തേ. മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതില്ലേ, അതിനകത്ത് കിട്ടുന്ന സാധനം ലോക്കലാണ്. ഇത് ഒറിജിനൽ സാധനം. ഒറിജിനൽ സാധനം. ആദിത്യ റിവ്യൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വയനാട് കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോടേക്കുള്ള റോഡ്, അതായത് നമ്മുടെ ചുരമല്ലേ, ചുരത്തറായ. അപ്പൊ നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ചുരം നല്ല തിരക്കാവാൻ സാധ്യതയുണ്ടോ? ഇപ്പം തിരക്കുണ്ടാവും അല്ലേ? ചുരം തിരക്കാവാനാണ് സാധ്യത. നമുക്കിവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയും, പക്ഷേ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് ഒരു പിടിയില്ല. നമുക്ക് നോക്കാം, ഞാൻ കഴിവതും എടുക്കാൻ നോക്കാം. നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടിയില്ല കേട്ടോ. ഫുള്ള് ബ്ലോക്കായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ വ്യൂ ഒന്ന് കാണിക്കാതിരുന്നത്. അതുമല്ല, അവിടെയൊക്കെ നോ പാർക്കിംഗ് ആണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ നമുക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അറിയത്തില്ല. നല്ല ആളുണ്ട് കേട്ടോ. ആളുണ്ടോ? ഇല്ല. ഇത് കാണാം. ഇതോ പാടാം. ഹലോ, അപ്പോൾ ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേട്ടാ. സംഭവം ഇടയ്ക്ക് വെച്ചിട്ട് ഗോപ്രോയിൽ ചാർജൊക്കെ തീർന്നു. അതുകൊണ്ട് ആണ് വീഡിയോ ഒന്നും എടുക്കാമായിരുന്നത്. പിന്നെ രാത്രിയായിരുന്നു, ട്രെയിനിൽ നല്ല തിരക്കുമായിരുന്നു, മാരൊക്കെ തിരക്കായിരുന്നു കേട്ടോ. ഓക്കെ, നേരെ വീട്ടിലോട്ട് പോട്ടെ. ഇപ്പോൾ സമയം രാവിലെ 7:30 മണിയായി കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങി. ഇനി ബൈക്ക് ഇവിടെ ഉണ്ട്, ബൈക്ക് എടുത്തോണ്ട് നേരെ വീട്ടിലോട്ട് പോകും.